കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹെൻറീസ് ലോ ആയിരുന്നു ലാസ്റ്റ് പഠിച്ചത്. എന്തായിരുന്നു ഹെൻറീസ് ലോയിൽ പറഞ്ഞത്? ഹെൻറീസ് ലോ ജനറലി അപ്ലൈ ചെയ്യുന്നത് ഒരു ഗ്യാസ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻസിൻ്റെ കേസിലാണ്. ഒരു കമ്പോണൻറ്റ് ഗ്യാസും ഒരു കമ്പോണൻറ്റ് ലിക്വിഡുമായിട്ടുള്ള ഗ്യാസ് ലിക്വിഡ് കമ്പോണൻസിൻ്റെ കേസിലായിരുന്നു ഹെൻറീസ് ലോ ജനറലി അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നമ്മൾ പറഞ്ഞിരുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരുന്നു? ഒരു ഗ്യാസിൻ്റെ ആ ഗ്യാസ് ലിക്വിഡ് സൊല്യൂഷനകത്തുള്ള ഗ്യാസിൻ്റെ സോലുബിലിറ്റി, ആ ലിക്വിഡിനകത്തോട്ടുള്ള ഗ്യാസിൻ്റെ സോലുബിലിറ്റി എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പാർഷ്യൽ പ്രഷർ ഓഫ് ദി ഗ്യാസസിൻ്റെ പാർഷ്യൽ പ്രഷറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും സോലുബിലിറ്റി. അതായത് പാർഷ്യൽ പ്രഷർ ഓഫ് ദി ഗ്യാസസ് കൂടുമ്പം സോലുബിലിറ്റി ഓഫ് ദി ഗ്യാസ് കൂടും, പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാസസ് കുറയുമ്പം സോലുബിലിറ്റി ഓഫ് ദി ഗ്യാസസ് കുറയും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു സ്റ്റേറ്റ്മെൻ്റ് ആക്കി പറഞ്ഞായിരുന്നു, പാർഷ്യൽ പ്രഷർ ഓഫ് എ ഗ്യാസ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി മോൾ ഫ്രാക്ഷൻ. അതായിരുന്നു നമ്മൾ ഹെൻറീസ് ലോയിൽ പഠിച്ചത്. ഇന്ന് നമ്മൾ പുതിയൊരു ലോ പഠിക്കാൻ പോവാണ്, റൗൾട്ട്സ് ലോ. റൗൾട്ട്സ് ലോയും ഹെൻറീസ് ലോയുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് പഠിക്കാനുള്ളത്. പക്ഷേ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഹെൻറീസ് ലോ ഗ്യാസ് ലിക്വിഡ് സൊല്യൂഷൻസിൻ്റെ കേസിലാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ലോ എന്ന്. അതുപോലെ റൗൾട്ട്സ് ലോ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് സൊല്യൂഷൻ്റെ കേസിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ലോയാണ് റൗൾട്ട്സ് ലോ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കി. ഫോർ എ സൊല്യൂഷൻ ഓഫ് വോളറ്റൈൽ ലിക്വിഡ്സ് the partial vapor pressure of each component of the solution is directly proportional to the mole fraction present in the solution. അപ്പോൾ ഒരു ലിക്വിഡ് സൊല്യൂഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഈച്ച് കമ്പോണൻറ്റ്, ആ സൊല്യൂഷനകത്തുള്ള ഈച്ച് കമ്പോണൻറ്റ്, ഓരോ കമ്പോണൻറ്റിൻ്റെയും പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്തിനെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും? മോൾ ഫ്രാക്ഷൻ പ്രസൻറ്റ് ഇൻ ദി സൊല്യൂഷൻ. അതിൻ്റെ മോൾ ഫ്രാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പം ഒരു ഗ്യാസ് ലിക്വിഡ് സൊല്യൂഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഓരോ കമ്പോണൻറ്റിൻ്റെയും പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് അതിൻ്റെ മോൾ ഫ്രാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇതാണ് റൗൾട്ട്സ് ലോ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം അതുപോലെ പഠിച്ചു വെക്കുക. അതിൻ്റെ മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ പഠിച്ചു വെച്ചേക്കുക. എന്നിട്ട് റൗൾട്ട്സ് ലോ അല്ലെങ്കിൽ ഹെൻറീസ് ലോ എന്ന് ചോദിച്ചാൽ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം എഴുതി വെച്ചാൽ പോരാ, അതിൻ്റെ ആ മാത്തമെറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടല്ലോ അതും കൂടെ എഴുതി വെച്ചിരിക്കണം. അപ്പം ഇവിടെ നമ്മൾ രണ്ട് കമ്പോണൻ്റ് ഉണ്ടെന്ന് വെച്ചോ, 1, 2 എന്ന് പറയുന്ന രണ്ട് കമ്പോണൻസ് ഉള്ള ഒരു സൊല്യൂഷനാണ് നമ്മുടെ കയ്യിലുള്ളത്. 1, 2 എന്ന് പറയുന്ന രണ്ട് കമ്പോണൻസ്. അപ്പോൾ ആദ്യത്തെ കമ്പോണൻറ്റിൻ്റെ വേപ്പർ പ്രഷർ P1 ആണെന്ന് വെച്ചോ, രണ്ടാമത്തെ കമ്പോണൻറ്റിൻ്റെ വേപ്പർ പ്രഷർ P2 ആണെന്ന് വെച്ചോ. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് വേപ്പർ പ്രഷർ ആർക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്? മോൾ ഫ്രാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണെന്നാണ് പറഞ്ഞത്. അപ്പം P1 ആദ്യത്തെ ആളുടെ വേപ്പർ പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അയാളുടെ കൈ1 മോൾ ഫ്രാക്ഷന്. അതുപോലെ രണ്ടാമത്തെ ആളുടെ വേപ്പർ പ്രഷർ P2 ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അയാളുടെ മോൾ ഫ്രാക്ഷൻ കൈ2. അപ്പോൾ ഇങ്ങനെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കിട്ടി. P1 ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈ1 എന്നും P2 ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈ2. ഇനി നമ്മൾ ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട് ഒരു കോൺസ്റ്റൻറ്റിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതായത് P1 ഈക്വൽ ടു P01 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും കൈ1, P2 ഈക്വൽ ടു P02 കൈ2. അപ്പോൾ നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കിട്ടി. ഇപ്പം P1 എന്ന് പറഞ്ഞാൽ പാർഷ്യൽ പ്രഷർ ഓഫ് ദി ഫസ്റ്റ് കമ്പോണൻറ്റ്, കൈ1 എന്ന് പറഞ്ഞാൽ പാർഷ്യൽ പ്രഷർ മോൾ ഫ്രാക്ഷൻ ഓഫ് ദി ഫസ്റ്റ് കമ്പോണൻറ്റ്. അവിടെ P01 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആ P01 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റിനെ പറയുന്നതാണ് വേപ്പർ പ്രഷർ ഓഫ് ദി പ്യുവർ കമ്പോണൻറ്റ്. അത് മിക്സ് ചെയ്യുന്നതിന് മുമ്പ് രണ്ട് കമ്പോണൻറ്റിനെ മിക്സ് ചെയ്തതിന് ശേഷമല്ലേ നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ മിക്സ് ചെയ്യുന്നതിന് മുന്നേ അത് പ്യുവറായിട്ടിരുന്നപ്പോൾ ഉള്ള അതിൻ്റെ വേപ്പർ പ്രഷർ, അതാണ് P01 വേപ്പർ പ്രഷർ ഓഫ് ദി പ്യുവർ കമ്പോണൻറ്റ്. അതുപോലെ P2 രണ്ടാമത്തെ ആളുടെ ആണ് പറയുന്നതെന്നുണ്ടെങ്കിൽ P2 ഈക്വൽ ടു P20 പ്ലസ് കൈ2, P20 ഇൻറ്റു കൈ2. അവിടെ P2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ആളുടെ വേപ്പർ പ്രഷർ, കൈ2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ആളുടെ മോൾ ഫ്രാക്ഷൻ, P02 എന്ന് പറഞ്ഞാൽ ആ രണ്ടാമത്തെ ആളുടെ പ്യുവർ സ്റ്റേറ്റിലുണ്ടായിരുന്ന വേപ്പർ പ്രഷർ. അപ്പോൾ ഇതാണ് മാത്തമെറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ എഴുതിയിരിക്കുന്നു P1 പ്രൊപ്പോർഷണൽ ടു കൈ1, P2 പ്രൊപ്പോർഷണൽ ടു കൈ2. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് മാറ്റാനായിട്ട് നമ്മൾ രണ്ട് കോൺസ്റ്റൻറ്റുകളെ P01, P02 എന്ന് പറയുന്ന രണ്ട് കോൺസ്റ്റൻറ്റുകളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, ഇതെന്ന് പറഞ്ഞാൽ വേപ്പർ പ്രഷർ ഓഫ് ദി പ്യുവർ കമ്പോണൻസ് ആണ് P01 ഉം P02 എന്ന് പറയുന്നത്. അപ്പം റൗൾട്ട്സ് ലോ എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് 2 മാർക്കിന് ചോദിച്ചു ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് എഴുതിയിരുന്നാൽ മതി. സ്റ്റേറ്റ്മെൻറ്റ് എന്തുവാണെന്ന് ഓർക്കണം. എങ്ങനത്തെ സിസ്റ്റത്തിലാണ്? ലിക്വിഡ് സിസ്റ്റത്തിലാണ്
റൗൾസ് ലോ ആപ്ലിക്കബിൾ എന്ന് ഓർത്തോണം. ഹെൻറീസ് ലോ ഗ്യാസ് ലിക്വിഡ് സിസ്റ്റങ്ങളിലാണ് ആപ്ലിക്കബിൾ എന്ന് ഓർത്തോണം. പിന്നെ മാത്തമെറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റും കൂടെ എഴുതി വെച്ചാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ റൗൾസ് ലോ. ഇനി നമ്മൾ ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷറാണ് അടുത്തത് എടുക്കാനുള്ളത്. ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. അപ്പം മുന്നേ പഠിച്ചിട്ടുള്ളതായിരിക്കണം ചിലപ്പം. ഇപ്പോൾ ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷറിൽ പറയുന്നതെന്ന് വെച്ചാൽ ഒരു സൊല്യൂഷൻ്റെ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത്, അതായത് ഇപ്പം എൻ്റെ കയ്യിൽ ഒരു ബീക്കറുണ്ട്. ഈ ബീക്കറിൽ എ എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റിനെ ഞാൻ മിക്സ് ചെയ്തു, ബി എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റിനെ മിക്സ് ചെയ്തു. ഇപ്പം എൻ്റെ കയ്യിലുള്ള ബീക്കറിൽ എയും ബിയും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണുള്ളത്. അപ്പം എനിക്ക് ഈ ബീക്കറിലുള്ള ടോട്ടൽ സൊല്യൂഷൻ്റെ പ്രഷർ കണ്ടുപിടിക്കണം. ഈ ബീക്കറിൽ ഇപ്പോൾ ഉള്ള ടോട്ടൽ പ്രഷർ കണ്ടുപിടിക്കണം. അപ്പോൾ ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ബീക്കറിൽ ഇപ്പോൾ ഉള്ള ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് പി ടോട്ടൽ എന്ന് പറയുന്നത് സം ഓഫ് ദി പാർഷ്യൽ പ്രഷേഴ്സ് ഓഫ് ദി ഇൻഡിവിജ്വൽ കമ്പോണൻസ്. ഈ ഓരോ കമ്പോണൻറ്റിൻ്റെയും പാർഷ്യൽ പ്രഷർ സം ചെയ്യുന്നത്, കൂട്ടുന്നതാണ് ഈ ബീക്കറിലുള്ള മൊത്തം സൊല്യൂഷൻ്റെ പ്രഷർ. അതായത് ഇപ്പോൾ പി ടോട്ടൽ എന്ന് പറയുന്നത് പി എ എന്ന് പറയുന്ന ആളുടെ പാർഷ്യൽ പ്രഷർ പ്ലസ് ബി എന്ന് പറയുന്ന ആളുടെ പാർഷ്യൽ പ്രഷർ. അതായത് ഒരു ബീക്കറിൽ 2 or 3 കമ്പോണൻസ്, ഇപ്പം 3 കമ്പോണൻറ്റ് ഉണ്ടെന്ന് വെച്ചോ, സി എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റും കൂടെ ഉണ്ടായിരുന്നത് പി ടോട്ടൽ എന്ന് പറയുന്നത് പി എ പ്ലസ് പി ബി പ്ലസ് പി സി. അതായത് ഒരു സിസ്റ്റത്തിൽ 2 or 3 or 4 എത്രയോ കമ്പോണൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് അതിലുള്ള ഓരോരുത്തരുടെയും പ്രഷർ കണ്ടുപിടിച്ച് അത് സം ചെയ്യുന്നതാണ് എന്ന് പറയുന്ന ലോയാണ് ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. നമ്മളിപ്പോൾ 2 കമ്പോണൻ്റ് ഉള്ളതാണെങ്കിൽ പി ടോട്ടൽ ഈക്വൽ ടു P1 പ്ലസ് P2 എന്ന് എഴുതാം. ഇനി P1നെ P2നെ നമ്മൾ റൗൾസ് ലോ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത് എങ്ങനെയായിരുന്നു? ഓക്കെ, P1നെ നമുക്ക് P01 ഇൻറ്റു K1 എന്ന് എഴുതാം, P2നെ നമുക്ക് P02 ഇൻറ്റു K2 എന്ന് എഴുതാം. അത് നമുക്ക് റൗൾസ് ലോയിൽ നിന്ന് കിട്ടിയ 2 മാത്തമെറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ഇവിടുത്തെ P1നെയും P2നെയും റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? P1നെ റീപ്ലേസ് ചെയ്തിട്ട് P01 ഇൻറ്റു K1 എന്നും റീപ്ലേസ് ചെയ്യാം, P2നെ മാറ്റിയിട്ട് P02 ഇൻറ്റു K2 എന്നും എഴുതാം. നമുക്ക് റൗൾസ് ലോയിൽ നിന്ന് കിട്ടിയ ആ ഒരു മാത്തമെറ്റിക്കൽ ഫോർമുല ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. അപ്പോൾ നോക്ക്, അതാണ് അടുത്ത സ്റ്റെപ്പിൽ ചെയ്തിരിക്കുന്നത്. പി ടോട്ടൽ ഈക്വൽ ടു P1ന് പകരം K1 P01 ഇൻറ്റു K1 എന്ന് കൊടുത്തു, P2ന് പകരം P02 ഇൻറ്റു K2 എന്ന് കൊടുത്തു. ഇനി നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കേണ്ട ഒരു കാര്യം, ടോട്ടൽ മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും 1 ആയിരിക്കും. അതായത് ഇപ്പോൾ എ ബി എന്ന് പറയുന്ന 2 കമ്പോണൻസ് ഉള്ള ഒരു സിസ്റ്റം ആണെങ്കിൽ എയുടെ മോൾ ഫ്രാക്ഷൻ കൈ എ ആണെന്ന് വെച്ചോ, ബിയുടെ മോൾ ഫ്രാക്ഷൻ കൈ ബി ആണെന്ന് വെച്ചോ. അപ്പോൾ ഈ സിസ്റ്റത്തിനകത്ത് എയും ബിയും മാത്രമേ ഉള്ളെന്ന് വെച്ചോ, മാത്രമേ ഉള്ളെങ്കിൽ ഈ എയുടെ മോൾ ഫ്രാക്ഷനും ബിയുടെ മോൾ ഫ്രാക്ഷനും കൂടെ കൂട്ടുന്നത് എപ്പോഴും 1 ആയിരിക്കും. ഇനിയിപ്പോൾ ഒരു കമ്പോണൻറ്റ് മാത്രമേ എ എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റ് മാത്രമേ സൊല്യൂഷനകത്തുള്ളെങ്കിൽ നമുക്ക് പറയാം കൈ ഈക്വൽ ടു 1. ടോട്ടൽ മോൾ ഫ്രാക്ഷൻ, ആ സൊല്യൂഷൻ്റെ ടോട്ടൽ മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും 1 ആയിരിക്കും. ഇപ്പം 3 കമ്പോണൻസ് ഉണ്ടെന്ന് വെച്ചാൽ അപ്പോൾ കൈ എ പ്ലസ് കൈ ബി പ്ലസ് കൈ സി എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പോൾ ഓർത്തോണം, എത്ര കമ്പോണൻ്റ് ഉണ്ടോ അതിൻ്റെ സം ഓഫ് ദി മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും 1 ആയി. ഇപ്പോൾ നോക്കുക, നമ്മുടെ കയ്യിൽ 2 പേരുള്ള ഒരു സിസ്റ്റം ആണെന്ന് വെച്ചോ, കൈ എ പ്ലസ് കൈ ബി ഈക്വൽ ടു 1 ആയിരിക്കും. നമുക്ക് അതിനകത്ത് നിന്ന് കൈ എയുടെ വാല്യൂ 0.2 എന്ന് കിട്ടിയെന്ന് വെച്ചോ. അപ്പോൾ കൈ ബിയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ ഡയറക്റ്റായിട്ട്. എന്ത് ചെയ്താൽ മതി? കൈ എ പ്ലസ് കൈ ബി 1 ആണ്, അതിൽ കൈ എയുടെ വാല്യൂ 0.2 ആണെന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ കൈ ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 1 മൈനസ് കൈ എ, അതായത് 1 മൈനസ് കൈ എ നമുക്ക് 0.2 ആണെന്ന് കിട്ടി. അപ്പം 1 മൈനസ് 0.2 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കൈ ബിയുടെ വാല്യൂ കിട്ടും. അപ്പോൾ ഒരു ഐഡിയ കിട്ടിയോ? അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, എപ്പോഴും ഒരു സിസ്റ്റത്തിലെ ടോട്ടൽ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എല്ലാ കോണൻസിൻ്റെയും കൂടെ ടോട്ടൽ മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും 1 ആയിരിക്കും. ഇപ്പോൾ ഒരു 2 കമ്പോണൻറ്റ് 2 പേരുള്ള ഒരു സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റും ബി എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റും ഉള്ള ഒരു സിസ്റ്റം ആണെങ്കിൽ നമുക്ക് പറയാം കൈ എ പ്ലസ് കൈ ബി ഈക്വൽ ടു 1. ആ 2 കമ്പോണൻറ്റിൻ്റെയും കൂടെ മോൾ ഫ്രാക്ഷൻ്റെ സം എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇനി അതിൽ ഒരാളുടെ മോൾ ഫ്രാക്ഷൻ നമുക്കറിയാം, കൈ എ എന്ന് പറയുന്ന മോൾ ഫ്രാക്ഷൻ അറിയാം 0.2 ആണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൈ ബി മോൾ ഫ്രാക്ഷൻ ഓഫ് ബി ഈസിലി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 1 മൈനസ് കൈ എ ചെയ്താൽ മതി. അപ്പോൾ ജസ്റ്റ് ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ എക്സ്പ്രഷനിലോട്ട് വരാം. അപ്പോൾ നോക്ക്, നമ്മൾ പി ടോട്ടൽ ഈക്വൽ ടു P1 പ്ലസ് P2. ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ വെച്ച് പറഞ്ഞിരുന്നത് ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് സം ഓഫ് ഇൻഡിവിജ്വൽ പ്രഷർ, ഓരോരുത്തരുടെയും പ്രഷർ കൂട്ടി കിട്ടുന്നതിനെയാണ് ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് P1നും P2നും റൗൾസ് ലോയ്ക്കകത്തുനിന്ന് ഒരു മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ കിട്ടിയായിരുന്നു. P1ന്
P01 ഇൻറ്റു കൈ1 എന്നും P2ന് P02 ഇൻറ്റു കൈ2 എന്നും. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഈ കൈ1ന് പകരം നമ്മൾ പറഞ്ഞ കാര്യം തന്നെ കൈ1 പ്ലസ് കൈ2 രണ്ടുപേരുള്ള സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ കൈ1 പ്ലസ് കൈ2 എന്ന് പറയുന്നത് 1. അങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ കൈ1നെ എങ്ങനെ എഴുതാം? കൈ1 ഈക്വൽ ടു കൈ2നെ അപ്പുറത്തോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ 1 മൈനസ് കൈ2 എന്ന് കിട്ടും അല്ലേ? കൈ1നെ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 1 മൈനസ് കൈ2 എന്ന് എഴുതിക്കൂടെ? സോ അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഈ കൈ1ന് പകരം ഞാൻ 1 മൈനസ് കൈ2 എന്നൊന്ന് റീപ്ലേസ് ചെയ്തു. ബാക്കിയെല്ലാം അതുപോലെ എഴുതുക. P01 പ്ലസ് കൈ2 P02. ഇനി ഇതിനെ അകത്തോട്ടിട്ടൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് റീഅറേഞ്ച് ചെയ്യുവാണ്. ഓക്കെ, നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 1 ഇൻറ്റു P01 എന്ത് കിട്ടും? P01 മൈനസ് കൈ2 ഇൻറ്റു P01 മൈനസ് കൈ2 ഇൻറ്റു P01 പ്ലസ് കൈ2 ഇൻറ്റു P02 പ്ലസ് കൈ2 ഇൻറ്റു P02. ഇങ്ങനെ കിട്ടി. ഇനി നോക്കേ, ഇവിടെ കോമൺ ആയിട്ടുള്ളത് ആരാണ്? ഇവിടെയും കൈ2 കോമൺ ഉണ്ട്, ഇവിടെയും കൈ2 കോമൺ ഉണ്ട് അല്ലേ? നമുക്ക് കൈ2നെ ബ്രാക്കറ്റിന് വെളിയിലാക്കിയിട്ട് എഴുതാം. അപ്പോൾ ഇവിടെ P01നെ അതുപോലെ എഴുതി മൈനസ് അല്ല പ്ലസ്. ഓക്കെ, ഇനി ആരെ എഴുതുന്ന? P02 ഇവിടെ മൈനസ് ആണ് ഉള്ളത്. അപ്പം മൈനസ് P01 ഇൻറ്റു ബ്രാക്കറ്റിന് വെളിയിൽ ആരെ കൊണ്ടുപോകണം? കൈ2. കണ്ടോ, ഇതിനെ നമ്മൾ അകത്തോട്ടിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയിരിക്കുവാണ്. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് തന്നെ ചെയ്ത് നോക്കിയാൽ മതി. സിമ്പിളാണ്. ജസ്റ്റ് ഇതിനെ അകത്തോട്ടിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കോമൺ ആയിട്ടുള്ള ടേമിനെ പുറത്തോട്ടാക്കി ഒന്ന് എഴുതിയെന്നേ ഉള്ളൂ. അപ്പോൾ ഫൈനലി നമ്മൾ ഈ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്തപ്പോൾ P01 പ്ലസ് P02 മൈനസ് P01 ഇൻറ്റു കൈ2 എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഇനി ഇതിനെ ഒന്ന് ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്തിരിക്കുവാണ്. അതെങ്ങനെയാണ് നോക്കാം. ഇനി നമ്മളൊരു ഗ്രാഫാണ് പറയാൻ പോകുന്നത്. നമ്മൾ റൗൾസ് ലോയിൽ പറഞ്ഞ കാര്യം റൗൾസ് ലോ ഈ ഡാൾട്ടൻസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷറിനകത്തോട്ട് കമ്പൈൻ ചെയ്തിട്ടില്ലേ? അപ്പോൾ അത് രണ്ടും കൂടെ ചേർത്തിട്ട് നമ്മളൊരു ഗ്രാഫായിട്ട് വരച്ചേക്കുവാണ്. നമ്മൾ റൗൾസ് ലോയിൽ പറഞ്ഞ ആരുടെയൊക്കെ റിലേഷൻസ് ആണ് നമ്മൾ റൗൾസ് ലോ വഴി എക്സ്പ്ലെയിൻ ചെയ്തത്? വേപ്പർ പ്രഷറും മോൾ ഫ്രാക്ഷനും തമ്മിലുള്ള റിലേഷൻ അല്ലേ? സോ വൈ ആക്സിസിൽ വേപ്പർ പ്രഷറിനെ പ്ലോട്ട് ചെയ്തു, എക്സ് ആക്സിസിൽ മോൾ ഫ്രാക്ഷനെ പ്ലോട്ട് ചെയ്തു. ഇനി നോക്കേ, നമ്മുടെ കയ്യിൽ 2 കമ്പോണൻ്റ് ഉണ്ട്. ആദ്യത്തെ കമ്പോണൻ്റ് 1, രണ്ടാമത്തെ കമ്പോണൻ്റ് 2. അപ്പോൾ ആദ്യത്തെ കമ്പോണൻ്റ് കൈ1, ആദ്യത്തെ കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷനാണ് കൈ1, രണ്ടാമത്തെ കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷനാണ് കൈ2. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നോക്കേ, കൈ1 1, അതായത് ഫസ്റ്റ് കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ മാക്സിമം ആണ് ഈ പോയിന്റിൽ. ഈ പോയിന്റിൽ നോക്ക്, കൈ1 0, അതായത് മോൾ ഫ്രാക്ഷൻ ഓഫ് ദി ഫസ്റ്റ് കമ്പോണൻറ്റ് 0 ആണ് ഈ പോയിന്റിൽ. ഇനി ഈ പോയിന്റിൽ കൈ2 മോൾ ഫ്രാക്ഷൻ ഓഫ് ദി സെക്കൻഡ് കമ്പോണൻറ്റ് 0. ഫസ്റ്റ് കമ്പോണൻറ്റ് 1 മാക്സിമം വരുന്നു, പക്ഷേ സെക്കൻഡ് കമ്പോണൻറ്റ് 0 ആബ്സെൻ്റ് ആണ് ഇവിടെ. ഈ പോയിന്റിൽ നോക്ക്, ഈ പോയിന്റിൽ കൈ1 0 ആയിരുന്നു, മോൾ ഫ്രാക്ഷൻ ഓഫ് ഫസ്റ്റ് കമ്പോണൻറ്റ് 0 ആയിരുന്നു, പക്ഷേ മോൾ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കമ്പോണൻറ്റ് 1 മാക്സിമം ആണ്. അപ്പോൾ ഇത് ഇത്രയുമാണ് നമ്മൾ ആക്സിസുകളിൽ പ്ലോട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ഗ്രാഫ് വരയ്ക്കാൻ പോവാം. നമ്മൾ റൗൾസ് ലോയിൽ പറഞ്ഞ എന്താണ്? പാർഷ്യൽ പ്രഷർ വേപ്പർ പ്രഷറിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞു. അപ്പോൾ നോക്ക്, ഈ പോയിന്റിൽ മോൾ ഫ്രാക്ഷൻ 1 ആണ്. മോൾ ഫ്രാക്ഷൻ 1, ഫസ്റ്റ് കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ 1 ആണ് ഈ പൊസിഷനിൽ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് വേപ്പർ പ്രഷറും മാക്സിമം ആയിരിക്കും. മോൾ ഫ്രാക്ഷനും വേപ്പർ പ്രഷറും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് നമ്മൾ പഠിച്ചു. അവിടെ ഫസ്റ്റ് കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ ഈ പോയിന്റിൽ മാക്സിമം ആയതുകൊണ്ട് ഫസ്റ്റ് കമ്പോണൻറ്റിൻ്റെ, അതാണ് P01 P1 എന്ന് കാണിച്ചിരിക്കുന്നത്. ഈ ലൈൻ P1ന് കറസ്പോണ്ടിങ്, ഫസ്റ്റ് കമ്പോണൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാർഷ്യൽ പ്രഷർ. അപ്പം കൈ1 1 ആയ സമയത്ത്, അതായത് മോൾ ഫ്രാക്ഷൻ മാക്സിമം ആയ സമയത്ത് പാർഷ്യൽ പ്രഷറും മാക്സിമം ആയി. പിന്നെ നോക്കും, മോൾ ഫ്രാക്ഷൻ ഇങ്ങോട്ട് വരുന്നതിനനുസരിച്ച് കുറഞ്ഞ് 0 ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ മോൾ ഫ്രാക്ഷൻ കുറയുന്നതിനനുസരിച്ച് ആരും കുറയും? പാർഷ്യൽ പ്രഷർ P1 കുറഞ്ഞ് മോൾ ഫ്രാക്ഷൻ കൈ1 എന്ന് പറയുന്ന 0 ആയപ്പോഴത്തേന് P1 പാർഷ്യൽ പ്രഷറും 0 ആയി. അപ്പോൾ ക്ലിയർ ആയോ? നമ്മൾ പഠിച്ചു, റൗൾസ് ലോയിൽ പഠിച്ച കാര്യമാണ്. മോൾ ഫ്രാക്ഷനും പാർഷ്യൽ പ്രഷറും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് മോൾ ഫ്രാക്ഷൻ കുറയുവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പാർഷ്യൽ പ്രഷറും കുറഞ്ഞുകൊണ്ടിരിക്കും. അതായത് ഇവിടെ മോൾ ഫ്രാക്ഷൻ കൈ1 ഫസ്റ്റ് കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ 1 മാക്സിമം ആയിരുന്നു, ഇങ്ങോട്ട് വരുന്നതിനനുസരിച്ച് ആ മോൾ ഫ്രാക്ഷൻ കുറഞ്ഞ് 0യിലോട്ട് പോവുകയാണ്. അതാണ് ഇവിടെ കൈ1 1 ആയ സമയത്ത്, അതായത് മോൾ ഫ്രാക്ഷൻ മാക്സിമം ആയ സമയത്ത് പാർഷ്യൽ പ്രഷർ മാക്സിമം ആയിരുന്നു. പിന്നെ പാർഷ്യൽ പ്രഷർ കുറഞ്ഞ് വന്ന് മോൾ ഫ്രാക്ഷൻ 0 ആയപ്പോഴത്തേന് പാർഷ്യൽ പ്രഷറും 0 ആയി.
ഇനി സെക്കൻഡ് കമ്പോണൻറ്റിൻ്റെ കാര്യം നോക്ക്. സെക്കൻഡ് കമ്പോണൻറ്റ് ഇവിടെയാണ് മാക്സിമം, ഇവിടെയാണ് 0. അപ്പോൾ സെക്കൻഡ് കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ ഇവിടെ മാക്സിമം ആയതുകൊണ്ട് അതിൻ്റെ പാർഷ്യൽ പ്രഷർ ഇവിടെയായിരിക്കും മാക്സിമം. പിന്നെ നോക്ക്, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ 0 അപ്രോച്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ പാർഷ്യൽ പ്രഷർ കുറഞ്ഞ് Chi2 സെക്കൻഡ് കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ 0 ആയപ്പോഴത്തേന് അതിൻ്റെ പാർഷ്യൽ പ്രഷറും കുറഞ്ഞ് 0 അപ്രോച്ച് ചെയ്തു. അപ്പോൾ അതാണ് ആ റിലേഷൻ കാണിച്ചിരിക്കുകയാണ്, മോൾ ഫ്രാക്ഷനും പാർഷ്യൽ പ്രഷറും തമ്മിലുള്ള റിലേഷൻ. ഇവിടോട്ട് നിന്ന് ഇങ്ങോട്ട് പോയപ്പോൾ മോൾ ഫ്രാക്ഷൻ കുറഞ്ഞപ്പോഴത്തേന് പാർഷ്യൽ പ്രഷറും കുറഞ്ഞു പോയി 0 അതുപോലെ മോൾ ഫ്രാക്ഷൻ ഇവിടുന്ന് കുറഞ്ഞ് മോൾ ഫ്രാക്ഷൻ 0 എത്തിയപ്പോഴത്തേന് സെക്കൻഡ് കമ്പോണൻറ്റിൻ്റെ പാർഷ്യൽ പ്രഷറും കുറഞ്ഞ് 0 അപ്രോച്ച് ചെയ്തു. ഇനി ഈ കാണിച്ചിരിക്കുന്നത് എന്താ? പി ടോട്ടൽ. നമ്മൾ പറഞ്ഞത് തന്നെ P1നെയും P2നെയും കൂടെ സമ്മായിട്ടാണ് പി ടോട്ടലിനെ നമ്മൾ എഴുതുന്നതെന്ന് പറഞ്ഞു, ഡോൾട്ടൻസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ വെച്ചിട്ട്. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. P1ൻ്റെയും P2ൻ്റെയും ആ എൻ പോയിൻറ്റ്സ് തമ്മിൽ യോജിപ്പിച്ച് ഒരു ലൈൻ കിട്ടത്തില്ലേ, അതെന്ന് പറഞ്ഞാൽ പി ടോട്ടലാണ്. അതായത് P1ൻ്റെയും P2ൻ്റെയും പാർഷ്യൽ പ്രഷർ ഓഫ് ഫസ്റ്റ് കമ്പോണൻറ്റിൻ്റെയും പാർഷ്യൽ പ്രഷർ ഓഫ് സെക്കൻഡ് കമ്പോണൻറ്റിൻ്റെയും കൂടെ ഈ സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ട് കാണിച്ചിരിക്കുന്നത്. ഡോട്ടഡ് ലൈൻ വെച്ചിട്ട് കാണിച്ചിരിക്കുന്നത് രണ്ടും ഇൻഡിവിജ്വൽ. P1ൻ്റെ പാർഷ്യൽ പ്രഷർ, P2ൻ്റെ പാർഷ്യൽ പ്രഷർ. ഈ സ്ട്രെയിറ്റ് ലൈൻ വെച്ച് കാണിച്ചിരിക്കുന്നത് സമ്മ്, അതായത് P1ൻ്റെയും P2ൻ്റെയും കൂടെ സം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഗ്രാഫ് കൃത്യമായിട്ട് ഓർത്ത് വെച്ചിരിക്കണം. ഈ ഗ്രാഫ് ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേനും നമ്മൾ പഠിക്കുന്നതാണ്. കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഗ്രാഫ് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ഗ്രാഫ് കൃത്യമായിട്ട് ഓർത്ത് വെച്ചിരിക്കണം. ഗ്രാഫ് വരയ്ക്കുമ്പോഴത്തേന് ചുമ്മാ ഈ ലൈൻസ് മാത്രം ഇട്ട് വെക്കരുത്, ഓരോ ടേംസും ഓർത്ത് വെച്ചേക്കണം. എക്സ് ആക്സിസിൽ മോൾ ഫ്രാക്ഷൻ ആണ്, വൈ ആക്സിസിൽ വേപ്പർ പ്രഷർ ആണ്, Chi1ൻ്റെയും Chi2ൻ്റെയും വാല്യൂ ഈ പോയിന്റിൽ എത്രയാണ്, Chi1ൻ്റെയും Chi2ൻ്റെയും വാല്യൂ ഈ പോയിന്റിൽ എത്രയാണ്, ഈ ലൈൻ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു, ഈ ലൈൻ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു, ഈ ലൈൻ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു, അതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കണം. ക്ലിയർ ആയല്ലോ? അപ്പം നമുക്ക് അടുത്ത പോർഷനിലോട്ട് പോകാം. നമുക്കൊരു ചെറിയ പോർഷനോട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, റൗൾസ് ലോ ആസ് എ സ്പെഷ്യൽ കേസ് ഓഫ് ഹെൻറീസ് ലോ. ഇപ്പോൾ റൗൾസ് ലോ എപ്പോഴാണ് ഹെൻറീസ് ലോയുടെ തന്നെ ഒരു സ്പെഷ്യൽ കേസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു പോർഷനാണ്. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് ജസ്റ്റ് സിമ്പിളാണ്. നമ്മൾ റൗൾസ് ലോയും ഹെൻറീസ് ലോയും പഠിച്ചു വെച്ചാൽ സിമ്പിളായിട്ട് ജസ്റ്റ് അതിൻ്റെ ആൻസർ എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നോക്കി വെച്ചേക്കേണ്ടതാണ്, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പം നോക്കേ, ഇവിടെ പറഞ്ഞിരിക്കുന്ന നോക്കാം എന്താണെന്ന്. ഇൻ ദി സൊല്യൂഷൻ ഓഫ് ലിക്വിഡ് ഇൻ ലിക്വിഡ് റൗൾസ് ലോ ഈസ് ആപ്ലിക്കബിൾ ആൻഡ് ദ വേപ്പർ പ്രഷർ ഈസ് ഗിവൺ ബൈ P1 = P01 Chi1. അപ്പോൾ നമ്മൾ റൗൾസ് ലോ പറഞ്ഞായിരുന്നു. ഏത് കേസിലാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്? ലിക്വിഡ് സൊല്യൂഷൻസ് വരുന്ന കേസിലാണ്. രണ്ട് കമ്പോണൻസും ലിക്വിഡായിട്ട് വരുന്ന കേസിലാണ് നമ്മൾ റൗൾസ് ലോ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അപ്പം ഒരു ലിക്വിഡ് സൊല്യൂഷനകത്ത് റൗൾസ് ലോ വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് എന്തായിരുന്നു? വേപ്പർ പ്രഷർ ആർക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്നായിരുന്നു എക്സ്പ്ലെയിൻ ചെയ്തത്. മോൾ ഫ്രാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന്. എന്നിട്ട് നമ്മൾ അതിൻ്റെ മാത്തമെറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയായിരുന്നു എഴുതിയത്, P1 = P01 × Chi1. ഇതായിരുന്നു റൗൾസ് ലോയുടെ മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ. ഇനി ഹെൻറീസ് ലോ ഏത് കേസിലായിരുന്നു ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്? ഗ്യാസ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻ, അതായത് ഒരു കമ്പോണൻറ്റ് ഗ്യാസ് ഒരു കമ്പോണൻറ്റ് ലിക്വിഡ്, അങ്ങനത്തെ കേസിലായിരുന്നു ഹെൻറീസ് ലോ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഹെൻറീസ് ലോയുടെ മാത്തമെറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എഴുതിയത് ഇങ്ങനെയായിരുന്നു, P = KH × Chi. അതിൽ P എന്ന് പറഞ്ഞാൽ പാർഷ്യൽ പ്രഷർ, Chi എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷന്, KH എന്ന് പറഞ്ഞാൽ ഹെൻറീസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമുക്ക് രണ്ട് റിലേഷൻ കിട്ടി, P = P0 × Chi1 P = KH × Chi. ഇത് ഫസ്റ്റ് കമ്പോണൻറ്റ് ആയതുകൊണ്ട് നമ്മൾ 1 എന്ന് കൊടുത്തത്. നമ്മൾ ജനറലായിട്ട് എഴുതുവാണെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി, P = P0 × Chi. അപ്പം ജനറലി എഴുതുവാണെന്നുണ്ടെങ്കിൽ 1, 2 നമ്മൾ കമ്പോണൻറ്റ് 1 ആയതുകൊണ്ടാണ് 1 കൊടുക്കുന്നത്, കമ്പോണൻറ്റ് 2 ആണെങ്കിൽ 2 എന്ന് കൊടുക്കും. അപ്പോൾ ഇവിടെ ജസ്റ്റ് നമ്മൾ ജനറൽ എക്സ്പ്രഷനാണ് എഴുതിയിരിക്കുന്നത്, P = P0 × Chi. അത് റൗൾസ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ്. ഹെൻറീസ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് P = KH × Chi. ഇനി ഈ രണ്ട് ഇക്വേഷനും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി, എവിടെ മാത്രമേ ഉള്ളൂ ഡിഫറൻസ് ഉള്ളത്? ലെഫ്റ്റ് സൈഡിൽ രണ്ടിടത്തും പാർഷ്യൽ പ്രഷർ P ആണ്, റൈറ്റ് സൈഡിൽ രണ്ടുപേരും മോൾ ഫ്രാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്. സോ ലെഫ്റ്റ് സൈഡിലെ Pയും പാർഷ്യൽ പ്രഷറും സെയിം ആണ്, റൈറ്റ് സൈഡിലെ മോൾ ഫ്രാക്ഷൻ Chiയും സെയിം ആയിട്ടുണ്ട്. പിന്നെ ഡിഫറൻസ് വരുന്ന എവിടെയുള്ളൂ? കോൺസ്റ്റൻറ്റുകളിൽ മാത്രമേ ഉള്ളൂ ഡിഫറൻസ്. റൗൾസ് ലോയുടെ കോൺസ്റ്റൻറ്റ് P0 ആണ്, ഹെൻറീസ് ലോയുടെ കോൺസ്റ്റൻറ്റ് KH ഹെൻറീസ് കോൺസ്റ്റൻ്റ് ആണ്. ആ കോൺസ്റ്റൻറ്റുകളിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസമായിട്ട് വരുന്നത്. അപ്പം നമ്മൾ റൗൾസ് ലോ ആസ് എ സ്പെഷ്യൽ കേസ് ഓഫ് ഹെൻറീസ് ലോ, റൗൾസ് ലോയെ ഹെൻറീസ് ലോയുടെ സ്പെഷ്യൽ കേസായിട്ട് പറയുന്നത് എപ്പം മാത്രമേ പറയാൻ പറ്റൂ? ഈ KHും P0 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റും KH എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ ഈക്വൽ ആയിട്ട് വരുമ്പോഴത്തേനും നമുക്ക് പറയാം റൗൾസ് ലോ ആസ് എ സ്പെഷ്യൽ കേസ് ഓഫ് ഹെൻറീസ് ലോ. രണ്ടും
ഈക്വൽ ആയിട്ട് വരും. അതായത് ഈ KH എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ P0 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ തുല്യമായിട്ട് വരുന്ന കേസിൽ നമുക്ക് പറയാം റൗൾസ് ലോ ആസ് എ സ്പെഷ്യൽ കേസോ ഹെൻറീസ് ലോ രണ്ടും തുല്യമായിട്ട് വരും. അപ്പം നമ്മൾ ജനറലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ റൗൾസ് ലോയും ഹെൻറീസ് ലോയും തമ്മിലുള്ള ഡിഫറൻസ്, മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ രണ്ടിടത്തും ലെഫ്റ്റ് സൈഡ് പ്രഷർ പാർഷ്യൽ പ്രഷറാണ്, റൈറ്റ് സൈഡ് മോൾ ഫ്രാക്ഷനാണ്. പിന്നെ ഡിഫറൻസ് വരുന്ന കോൺസ്റ്റൻറ്റ് P0യും KHും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ആ കോൺസ്റ്റൻറ്റുകൾ രണ്ടും P0 KH എന്ന് പറയുന്ന രണ്ട് കോൺസ്റ്റൻറ്റുകളും തുല്യമായിട്ട് വരുമ്പോൾ ഈ രണ്ട് ഇക്വേഷൻസും സെയിം ആയിട്ട് വരത്തില്ലേ. അപ്പോൾ അതാണ് പറയുന്നത് റൗൾസ് ലോ ബിക്കം ദ സ്പെഷ്യൽ കേസ് ഓഫ് ഹെൻറീസ് ലോ ഇൻ വിച്ച് ദ KH ബിക്കം ഈക്വൽ ടു P01. അപ്പോൾ KH എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് ഹെൻറീസ് ലോയുടെ കോൺസ്റ്റൻറ്റും P0 എന്ന് പറയുന്ന റൗൾസ് ലോയുടെ കോൺസ്റ്റൻറ്റും ഈക്വൽ ആയിട്ട് വരുന്ന കേസിൽ നമുക്ക് റൗൾസ് ലോയെ ഒരു സ്പെഷ്യൽ കേസോ ഹെൻറീസ് ലോ ആയിട്ട് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ജസ്റ്റ് ഇത്രേ ഉള്ളൂ. നമ്മൾ റൗൾസ് ലോ പഠിച്ചു കഴിഞ്ഞാൽ ഹെൻറീസ് ലോ പഠിച്ചു കഴിഞ്ഞാലും സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ.